മംഗളമാംഗല്യം മംഗസുമംഗലിക താലി ഇറ്റേണൽ വെഡിംഗ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാരും പറയും ബ്യൂട്ടിഫുൾ. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസിന്റെ 9ാമത് ഷോറൂം ഇനി അങ്കമാലിയിലും. 50 ദിവസം നീണ്ടു നിൽക്കുന്ന ഇനോഗ്രൽ ഓഫറുകൾ. ഒരു കണ്ണട വാങ്ങുമ്പോൾ മറ്റൊന്ന് സൗജന്യം. തിരഞ്ഞെടുക്കുവാൻ 100-ലധികം ഇന്റർനാഷണൽ ബ്രാൻഡുകൾ. കേരളത്തിൽ ആദ്യമായി ജർമ്മൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയുടെ സഹായത്തോടെ ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റി. വിദേശ നിർമ്മിത കണ്ണടകൾ 250 രൂപ മുതൽ 1 വർഷത്തെ വാറന്റിയോടെ. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി, കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി, കാലടി. ഭക്തർക്ക് അനുഗ്രഹ വർഷം ചൊരിഞ്ഞ് തിരുവേരാണിക്കുളം മൂലേത്ത് ശ്രീ ഭഗവതി ക്ഷേത്രം. ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ താലപ്പൊലി മഹോത്സവം ഫെബ്രുവരി 5-ന് തിങ്കളാഴ്ച ആഘോഷിക്കും. ശ്രീമൂലനഗരം ഗ്രാമപഞ്ചായത്തിലെ വെള്ളാരപ്പള്ളി തെക്കും ഭാഗത്ത് ഭക്തി പ്രഭാവം പരത്തി നിലകൊള്ളുകയാണ് മൂലേത്ത് ഭഗവതി. മൂലേത്ത് കുടുംബം വക ക്ഷേത്രമാണെങ്കിലും ജാതിമത ഭേദമില്ലാതെ ആയിരങ്ങളുടെ അഭയകേന്ദ്രമാണ് ഭദ്രകാളിയമ്മ. ശതാബ്ദങ്ങളുടെ പഴമയും പ്രൗഢിയുമുണ്ട് ഈ തിരുസന്നിധിക്ക്. മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം ആഴ്വഞ്ചേരിയാണ് മൂലകുടുംബം. പൂർവികരായി വെള്ളാരപ്പള്ളിയിലേക്ക് എത്തിയപ്പോൾ മൂലേത്ത് ഭഗവതിയും കൂടെ പോന്നു. അന്നുമുതൽ അന്യദേശങ്ങളിൽ നിന്ന് അടക്കം ആയിരങ്ങളുടെ ആരാധനാമൂർത്തിയാണ് ഭദ്രകാളിയമ്മ. ക്ഷേത്ര കവാടത്തിൽ തന്നെ തല ഉയർത്തി പടർന്നു പന്തലിച്ചു നിൽക്കുന്നു ഏഴിലം പാല മരം. വനദുർഗയുടെ ചൈതന്യം പാലമരം വിളിച്ചറിയിക്കുന്നു. ദശാബ്ദങ്ങൾക്ക് മുൻപ് പഴയ ക്ഷേത്രം പുനരുദ്ധരിച്ച് വിപുലപ്പെടുത്തിയപ്പോഴും പാലമരത്തിന് പോറലേൽക്കാതിരിക്കാൻ മൂലേത്ത് കുടുംബാംഗങ്ങൾ ശ്രദ്ധ പുലർത്തി. പാലമരത്തോട് ചേർന്നു തന്നെയാണ് ഭഗവതിയുടെ ശ്രീകോവിലും നിലകൊള്ളുന്നത്. മുത്തപ്പന്മാരും കുറുമ്പ ഭഗവതിയും സർപ്പത്തറയുമെല്ലാം ക്ഷേത്രത്തോട് ചേർന്ന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഭഗവതി സ്തുതിയാൽ ക്ഷേത്രവും പരിസരവുമെല്ലാം മുഖരിതമാകും. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ഭക്തർ ഭജനയിലും ആരാധനയിലും പങ്കെടുക്കാൻ എത്തിച്ചേരും. ലോകത്തെ തന്നെ ഭദ്രമായി കാക്കുന്ന
സർവരുടെയും അമ്മയാണ് മൂലേത്ത് ഭഗവതിയെന്ന് മൂലേത്ത് കുടുംബാംഗമായ സതീഷ് എം ആചാരി പറയുന്നു. കാളി എന്ന ലോക പ്രതിഭാസം ലോകത്തെ നിന്ന് ഭദ്രമായി കാക്കുന്നവൾ, അതാണ് കാളിയുടെ ഒരു പ്രതിഭാസ രൂപത്തിൻ്റെ ഒരു പ്രത്യക്ഷാർത്ഥം. നമ്മളുടെ അമ്മയായിട്ട് തന്നെ കണ്ട് ആരാധിക്കുകയും അമ്മയിൽ നിന്ന് നമുക്ക് സർവ്വഗുണങ്ങളും പ്രവിക്കുവാൻ ആരാധന കൊണ്ടും കർമ്മദോഷങ്ങളെ അമ്മയോട് എണ്ണിപ്പറഞ്ഞ് നമ്മുടെ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഒഴിവാക്കി പൂർണ്ണാനുഗ്രഹം തരുന്ന ഒരു വ്യത്യസ്ത മൂർത്തി സ്വരൂപമാണ് ഭദ്രകാളി. ഭദ്രകാളിയുടെ ആ കർമ്മശക്തി എന്നുള്ളത് ആരാധന, ഒരു അമ്മയെ എങ്ങനെ നമ്മൾ ആരാധിക്കുന്നു, അപ്പോൾ ആ അമ്മയിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട അനുഗ്രഹങ്ങൾ എങ്ങനെയാണ് നമ്മൾ ചോദിച്ചു പോകേണ്ടത്. അപ്പം നമ്മൾ സ്വജനം എന്നത് നമ്മുടെ സ്വന്തം അമ്മയാൽ പോലും മാതൃഭാവാത്മകപൂർണ്ണ കർമ്മസ്ഥി, മാതൃഭാവത്തുള്ള കർമ്മസ്ഥലായാലും അവരിൽ നിന്ന് കിട്ടേണ്ട അനുഗ്രഹം നമ്മളിലേക്ക് എങ്ങനെ ചൊരിയുന്നു, അതാണ് അമ്മയുടെ ഭാവം. അത് സ്ത്രീ എന്ന ഘടനയിലല്ല, ലോകത്തെ കാക്കുന്ന, ഭദ്രമായി കാക്കുന്ന എൻ്റെ അമ്മ, അത് സർവരുടെയും അമ്മ എന്നുള്ളതാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രത്യേകത. നമ്മളുടെ ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തി എന്ന് പറഞ്ഞാൽ ഒരു ഏതാണ്ട് 4-5 തലമുറ മുമ്പ് തന്നെ ഇവിടെ വന്ന് നമ്മളുടെ പൂർവികർ ഇവിടെ വന്ന് അഗോറുമനയിൽ നിന്നും നമുക്ക് വേണ്ടതായിട്ടുള്ള സ്ഥലങ്ങൾ തന്നി അമ്മയെ പ്രതിഷ്ഠിക്കാനുള്ളൊരു അനുഗ്രഹവും അവർ തന്ന് അമ്മയെ പ്രതിഷ്ഠിക്കുകയും നമ്മളുടെ വേണ്ട പൂജകൾ നടക്കുകയും ചെയ്യും. അതിന് കാരണം എന്ന് പറഞ്ഞാൽ തിരുവരാണിക്കുളം എന്ന മഹാദേവ ക്ഷേത്രത്തിൻ്റെ കഴകജോലികൾ നമ്മൾ 2-3 എല്ലാ ടൈപ്പിലും കഴകജോലികളുണ്ട്. അതിൽ പ്രധാനമായിട്ട് ക്ഷേത്ര നിർമ്മാണം ശില്പശാസ്ത്രത്തിൽ വേണ്ടിയാണ് ഞങ്ങളിവിടെ ആദ്യം അഴുവാഞ്ചേരി മനയിൽ നിന്ന് ഞങ്ങളിവിടെ വരുത്തുന്നത്. അന്ന് പ്രമാദമായിരിക്കുന്ന അഴുവാഞ്ചേരി ഇല്ലത്തു നിന്നും ശില്പശാസ്ത്ര വിധി അറിയാവുന്ന ശ്രേഷ്ഠന്മാരായിട്ടുള്ള കർമ്മികൾ അല്ലെങ്കിൽ അത് ജോലി ചെയ്യുന്ന ആളുകളെ ഈ ക്ഷേത്രത്തിലേക്ക് ഇവിടെ തിരുവരാണിക്കുളത്തേക്ക് കൊണ്ടുവരികയും ആ തിരുവരാണിക്കുളം ക്ഷേത്രത്തിൻ്റെ പണികൾ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചെയ്യുവാനായിട്ട് കാലതാമസ സ്ഥിതി ഉള്ളത് കൊണ്ട് നമുക്ക് സ്ഥലവും മറ്റു സൗകര്യങ്ങളും ചെയ്ത് ഇവിടെ വാഴിച്ചു എന്നുള്ളതാണ് അതിൻ്റെ നിയമം. ആ വാഴിക്കുമ്പോൾ നമ്മൾ സ്വകുടുംബക്ഷേത്രം അഴുവാഞ്ചേരി ഭദ്രയുടെ ഒരംശമായിട്ടുള്ള ഭദ്രകാളിയെ മൂലേത്ത് ഞങ്ങളുടെ വീട്ടിൻ പേരിൽ മൂലേത്ത് ഭഗവതിയായിട്ട് പ്രതിഷ്ഠ നടത്തി പൂജിക്കുകയും അതിൻ്റെ ചാമുണ്ഡി കർമ്മങ്ങൾ ചെയ്യുകയും അതിനുവേണ്ട കാര്യങ്ങൾ നമ്മൾ അനുവർത്തിക്കുകയും ആ കർമാനുഷ്ഠാനം നടത്തുകയും ചെയ്ത് പരമ അനുഗ്രഹ കോടിയിൽ ഞങ്ങളുടെ കുലങ്ങൾക്കും നാട്ടുകാർക്കും അതിൻ്റെ ഗുണങ്ങൾ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ജ്യോതിഷ പുരസ്കാര ജേതാവ് കൂടിയായ സതീഷ് എം ആചാര്യയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ എല്ലാ ദിവസങ്ങളിലും പാരമ്പര്യ വാസ്തുവും ജ്യോതിഷ നിർണയവും നടത്തി പ്രശ്ന പരിഹാരം ചെയ്തു വരുന്നുണ്ട്. സർവൈശ്വര്യപ്രദായിനിയും സർവാഭീഷ്ട വരദായിനിയുമാണ് മൂലേത്ത് ഭഗവതി. അതിനാൽ തന്നെ ആശ്രയിക്കുന്ന ആയിരങ്ങൾക്ക് അഭയസ്ഥാനമാണ് ദേവിയുടെ തിരുസന്നിധി. ചരിത്ര പ്രസിദ്ധമായ മൂലേത്ത് ഭഗവതിയുടെ താലപ്പൊലി മഹോത്സവത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് വെള്ളാരപ്പള്ളി ഗ്രാമം. ഫെബ്രുവരി 5-നാണ് താലപ്പൊലി. രാവിലെ ദേവിക്ക് നിവേദ്യപൂജ, ദ്രവ്യസമർപ്പണം, പറനിറയ്ക്കൽ, സർപ്പനിവേദ്യം എന്നിവയുണ്ടാകും. കളമെഴുത്തും പാട്ടും പൂജയും തോറ്റംപാട്ടും കഴിഞ്ഞ് ഉച്ചയ്ക്ക് 1:30 കളം മാക്കൽ ചടങ്ങ് നടക്കും. വൈകിട്ട് 4 മണിക്ക് കുട്ടമന ദേവീക്ഷേത്രത്തിൽ നിന്ന് താളമേള വാദ്യങ്ങളോടുകൂടി വിളക്കിനെഴുന്നള്ളിപ്പ് ആരംഭിക്കും. ദീപാരാധന, ദീപക്കാഴ്ച, കളംപൂജ എന്നിവയ്ക്ക് ശേഷം അന്നദാനവും ഉണ്ടാകും. മധ്യകേരളത്തിൽ അപൂർവമായി മാത്രം ഉണ്ടാകാറുള്ള തീത്തെയ്യം മൂലേത്ത് താലപ്പൊലി മഹോത്സവത്തിന്റെ പ്രത്യേക ആകർഷണമാകുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നു. കേരളത്തിന്റെ നമ്മുടെ തെക്കേ ജില്ല തുടങ്ങി വടക്കേ ജില്ല വരെയുള്ള ഒട്ടുമിക്ക ആളുകളും നമ്മുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നല്ല രീതിയിലുള്ള അനുഗ്രഹങ്ങൾ കിട്ടുന്നതുകൊണ്ടായിരിക്കണം കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ പത്രസമ്മേളനം വിളിച്ചത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ അതിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ രാവിലെ 5 മണിക്ക് പള്ളി ഉണർത്തലുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ 6 മണിക്ക് ദേവിക്ക് നിവേദ്യ പൂജ നടത്തും. പിന്നെ 7 മണിക്ക് സർപ്പനിവേദ്യം നടത്തും. 8:30 പഴയ ആചാരപ്രകാരം നമ്മൾ വെള്ളം ഭഗവതിക്ക് കളമെഴുത്തും പാട്ടും പൂജയും പിന്നെ അതിനോടൊന്ന് തോറ്റാമ്പാട്ടെന്നുള്ളത് ഇതൊക്കെ അപൂർവമായിട്ടൊന്ന് കാണുന്നതാണ്. അതൊക്കെ ഇന്നും ഞങ്ങൾ നിലനിർത്തിക്കൊണ്ട് വരുന്നു എന്നുള്ളതാണ് അതിനകത്ത് പറയാനുള്ളത്. പിന്നെ ഉച്ചയ്ക്ക് 1:30 രാവിലെ ഇട്ട കളം മാറ്റി അതിനുശേഷം പിന്നെ 4 മണിക്ക് കുട്ടമന ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ് നമ്മൾ
മേളങ്ങളോട് കൂടിയിട്ടുള്ള വിളക്കിനെഴുന്നള്ളത്ത് അതെല്ലാം കൊണ്ടും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അതിനുശേഷം 6:30 കൂടി ദീപാരാധന, പിന്നെ ദേവിയുടെ പ്രധാനമായിട്ടുള്ള പറന്നറ, അത് കളമിട്ട് കഴിയുമ്പോൾ തുടങ്ങിയുള്ള പറകൾ ഇങ്ങനെ ദൂരെയുള്ള ആളുകളൊക്കെ വന്ന് പകൽ തന്നെ ദേവിക്ക് പറ നിറച്ചിട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. പിന്നെ 7:30 ഇത്തവണ പ്രത്യേകം ഇതൊരു വഴിപാടായിട്ടൊരു പാർട്ടി വാഴക്കുളത്തുള്ള ഒരു ശ്രീഭദ്ര ആൻഡ് ടീമിൻ്റെ ഒരു കൈകൊട്ടിക്കളി ദേവിക്ക് പ്രത്യേകം അർപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് നമ്മൾ ഇത്തവണ അനുമതി കൊടുത്തിട്ടുണ്ട്. തുടർന്ന് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം തുടങ്ങി നമുക്ക് ഈ ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ തെയ്യം പരിപാടി, അത് കഴിഞ്ഞ തവണ സാധാരണ തെയ്യമായിരുന്നു, ഈ തവണ നമ്മൾ കുറച്ചും കൂടി വിപുലമായിക്കൊണ്ട് ഈ തെയ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കണ്ടിട്ടില്ല, കണ്ണൂർ ജില്ലയിലാണ് കൂടുതൽ ആടിക്കൊണ്ടിരിക്കുന്നത്. ഈ തവണ നമ്മൾ അതും ഒരു ഭക്തൻ്റെ വഴിപാടായിട്ടാണ് ഈ തെയ്യം നടത്തുന്നത്. പിന്നെ രാത്രി 12 മണിക്ക് എതിരേൽപ്പ്, തുടർന്ന് നമ്മൾ ഈ ഭദ്രകാളിക്കുള്ള പൂജകൾ കാര്യങ്ങൾ, പിന്നെ കളം മായ്ക്കൽ, അതിനുശേഷം അവസാനം ഞങ്ങളുടെ കുലാചാരപ്രകാരം വലിയ ഗുരുതി. അത് വലിയ ഗുരുതി എന്ന് പറഞ്ഞാൽ സാധാരണ സ്ഥലത്ത് ഇല്ലാത്ത രീതിയിലുള്ള ഗുരുതിയാണ്. അത് 64 കഥളി കുത്തിയിട്ടുള്ള ഗുരുതിയോടുകൂടിയാണ് ഈ പരിപാടി. നേരം വെളുത്താണ് അത് അവസാനിക്കുന്നത്. തന്നെ ആശ്രയിക്കുന്ന ആയിരങ്ങൾക്ക് അഭയസ്ഥാനമാണ് ദേവിയുടെ തിരുസന്നിധി. താലപ്പൊലി മഹോത്സവ ചടങ്ങുകളിൽ പങ്കാളികളായി ദേവിയുടെ അനുഗ്രഹം തേടാൻ എത്തിച്ചേരുന്ന ഭക്തരെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് തിരുവേരാണിക്കുളം വെള്ളാരപ്പള്ളി ഗ്രാമം. മൂല്യത്ത് കുടുംബാംഗങ്ങളായ ശ്യാംകുമാർ, പ്രദീപ്, മനോഹരൻ, രതീഷ്, വാസു തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകും. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. വാവ്, എലഗന്റ് ഡിസൈൻ. ട്രഡീഷണലാ? ഇതൊക്കെ എന്റെ അമ്മയുടെ ആഭരണങ്ങളാ. പാരമ്പര്യത്തോളം വരില്ലല്ലോ പുതിയ ഡിസൈൻ. പാരമ്പര്യവും പുതിയ ഡിസൈനും ഒരുമിച്ച് വന്നാലോ? ഇംപോസിബിൾ. യാ പോസിബിൾ. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.